ഈ കോഴിയെ വെട്ടുന്നത്, ഇപ്പോൾ കള്ള് നേർച്ചയായി വെക്കുന്നത്, ഇതെല്ലാം എന്തിനു ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം നേരത്തെ ചോദിച്ചല്ലോ. എന്നാലും മലബാര സമ്പ്രദായത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവിടെയും കാണാറുണ്ടല്ലോ. പണ്ട് അങ്ങനെയല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ആ വീട്ടിലൊരാൾക്കറിയും, അല്ലെങ്കിൽ ഒരു കാരണവർ എന്നൊക്കെ പറയും, അവർക്കറിയും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിൻ്റെ മലയാളീകരിച്ച പൗരോഹിത്യം ഇല്ലാതാവണം. തന്ത്രം പോലും പൗരോഹിത്യമല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓരോരുത്തരും എന്തിനാ ആത്മീയത വെച്ചിരിക്കുന്നത്? ആത്മീയത എൻ്റെ ആത്മാവിനെ കുറിച്ച് നിങ്ങളെ പറഞ്ഞാൽ വേണ്ടിയിട്ടല്ല. ഈ പൈസ വാങ്ങുമ്പോൾ 1-2 തവണയും തന്നിട്ട് മൂന്നാമതൊക്കെ തരാമെന്ന് പറയുമ്പോൾ വേണ്ട. നിങ്ങളുടെ മക്കൾ കഞ്ഞി കുടിക്കേണ്ട കാശാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട പൈസയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പൈസയാണ്. ഇതിന് അഡിക്ഷൻ വേണ്ട. ഇതിനെ പിടിച്ചിരിക്കുകയല്ല. സർവധർമ്മപരിത്യജ്യ മാമേകം ശരണം വ്രജ ഹം ത്വാ പാപയിഷ്യേ മോക്ഷിഷ്യേ മാശുച എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു. എല്ലായിടത്തും വലിച്ചെറിഞ്ഞ അർജുന നീ എന്നെ ശരണം പ്രാപിക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് ഖുറാനാവട്ടെ ബൈബിളാവട്ടെ ആത്യന്തികമായിട്ട് പറഞ്ഞത് മലബാര സമ്പ്രദായത്തിൻ്റെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ പണ്ട് ആനയെ വരെ ബലി കൊടുത്തിരുന്നു പറഞ്ഞ സമ്പ്രദായമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമ്പ്രദായം മുന്നോട്ട് പോകാൻ ഇനിയും ഇപ്പൊ ശിഷ്യരല്ലാതെയും പുറത്തെവിടെയെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടോ? അതോ ഇനി ഒരു കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ അന്യം നിന്ന് പോകുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തും ഈ സമ്പ്രദായം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കൃത്യമായി. ഇപ്പം നേരത്തെ പറഞ്ഞ കറുത്തവാവ് പോലുള്ള ദിവസങ്ങളിൽ അവരുടെ വേർഷിപ്പ് നടക്കുന്നുണ്ട്. ഒരിക്കലും നിൽക്കില്ല. ഇനിയിപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കല്ലടിക്കോട് നമ്മൾ മലയുടെ മുകളിൽ ട്രഡീഷണൽ എങ്ങനെയാണോ പഠിപ്പിച്ചിരുന്നത് അത് വർഷങ്ങൾ നീണ്ടിട്ടല്ല, ഒരു 1 day ക്ലാസ് 2 day ക്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മലയുടെ മുകളിൽ പഴയ രീതിയിൽ അതേ രീതിയിൽ ഇതിനെ പഠിപ്പിക്കാനുള്ള ഒരു 1 day ക്ലാസ് കൊണ്ട് 2 day ക്ലാസ് കൊണ്ട് തീരുന്നതല്ലല്ലോ പഠിച്ചത്. അവിടെയാണ് എന്താ വെച്ചാൽ അതാ പറഞ്ഞു, അത്രയും ഒരു 6-7 വർഷത്തെ ഒരു സംഭവം നമ്മൾ 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചാൽ തീരില്ല. പക്ഷെ നമുക്ക് എപ്പോഴും വെച്ചാൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നാവിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മധുരാന്നറിയാലോ, പിന്നെ സാവധാനം ചായ ഉണ്ടാക്കി കുടിച്ചോട്ടെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ അറിയണം. ഇതെന്താണ് ഇത് ആളുകളുടെ മനസ്സിൽ മലബാരം, കുട്ടിച്ചാത്തൻ, നീലി എന്നൊക്കെ പറഞ്ഞ നേരത്തെ ആളുകളുടെ മനസ്സിൽ ഭീകരതയാണ് മനസ്സിലേക്ക് വരുന്നത്. ചാത്തൻ പോലും നെഗറ്റിവിറ്റിയാണ് സ്വതവേ. എന്താ വെച്ചാൽ ഞാൻ തന്നെ ആദ്യം നമ്മുടെ ഇവിടെ തന്നെ വന്നിരിക്കുന്ന നേരത്തെ എൻ്റെ മാല, കുറി, പൊട്ട്, വടിയൊക്കെ കാണുമ്പോൾ ആളുകൾ ഇതെന്താ ഇങ്ങനെ ഒരു ഭീകരത തോന്നും ഇല്ലേ. ഇന്ന് കുറച്ചും കൂടി ഒരു മാറ്റമുണ്ട്. ചിലപ്പോൾ തോന്നാൻ ഇങ്ങനെ ഇരുന്നാലും തോന്നിക്കൂടാന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ് അതല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട്. അതല്ല, അത് ചില ഭാഗത്ത് ചിലതിൻ്റെ രീതിയുണ്ട്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതല്ല. അപ്പോൾ കുറച്ചുകൂടി അടുക്കാൻ ആളുകൾക്ക് പറ്റും. ആ അടുക്കാൻ പറ്റണമെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ കുടുംബക്ഷേത്രങ്ങളിലെ കാവ് പതി സമ്പ്രദായം അവിടെയൊക്കെ അവരുടെയൊക്കെ വീട്ടിലെന്താ വെച്ചാൽ ഈ ചെറിയ ദൈവങ്ങളും ദൈവത്തറകളൊക്കെ ഉണ്ട്. അതൊന്നും എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ആരാധിക്കാൻ വേണ്ടി സ്വന്തം ദൈവങ്ങളെ ഒരു തേർഡ് പാർട്ടിയുടെ സഹായമില്ലാതെ എങ്ങനെ സെക്കൻഡ് പാർട്ടിയുടെ സഹായമില്ല എങ്ങനെ അവർക്ക് ആരാധിക്കാം. ഇപ്പോൾ സിമ്പിൾ ഒരു മെത്തേഡ്. ഒപ്പം കേവല വർഷിപ്പിൻ്റെ അപ്പുറം ഇതിൻ്റെ ഫിലോസഫി എന്തിനാ അതൊക്കെ ചെയ്യണേ. ഇപ്പോൾ എന്നെ പറിച്ച് പറയുകയാണെങ്കിൽ കള്ളും കോഴിയും സാമിയായിട്ടൊക്കെ പറയും. ഞാൻ തന്നെ ചോദിക്കണം, എന്തിനാണ് കള്ള് ദൈവത്തിന് വിൽക്കുന്നത്? ദൈവം കള്ളുകൂടിയനാണോ? കോഴി അറക്കുന്നു, 1000 കോഴിയെ കൊന്നുകൊണ്ട് ദൈവം തൃപ്തിപ്പെടുമോ? അപ്പോൾ ചോദിക്കും, ഇത് വേണ്ടെന്നാണോ ബാബാജി? വേണേ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് വേണം ആത്മീയതയെ നേരിടാൻ വേണ്ടി. ഞാനല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ ഗുരുക്കന്മാരാര് പറഞ്ഞാലും ശരി, അത് അപ്പടി വിഴുങ്ങുന്നത് മൂഢതയാണ്. പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ച് ബോധ്യമുണ്ടെങ്കിലേ ഉള്ളൂ ആത്മീയതയിൽ മുന്നോട്ട് പോകേണ്ടത്. ഇതിപ്പോൾ ഉള്ളതെന്നല്ല, ഒരാൾ പറഞ്ഞാണ് ചെയ്തു പോവുക. 1000 കോഴിയെ വെട്ടി, കോഴിയെ കടിച്ചു. അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫിലോസഫി. അപ്പോൾ ഈ ചെറിയ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോട് ഇത് വീട്ടിൽ ചെയ്യൂ. പിന്നെ നിത്യാചാരം. ഈ സമ്പ്രദായം ഇപ്പം അന്യം നിന്ന് പോകുമെന്ന് ചോദിച്ചാൽ, അന്യം നിന്ന് പോകുന്നതിന് പ്രധാന കാരണം നിത്യമൊന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു വർഷിപ്പ് മാത്രമായി മാറുകയാണ്. അതിനുവേണ്ടി നിത്യേന ചെറിയൊരു വർഷിപ്പ്, ഒരു നിത്യാചാരം, ഇപ്പം നിസ്കാരം പോലെ, നമ്മുടെ പ്രാർത്ഥന പോലെ, അല്ലെങ്കിൽ സന്ധ്യാവന്ദനാദികൾ പോലെയൊക്കെ ഒരു ചെറിയൊരു സിസ്റ്റം പണ്ടേ ഉണ്ട്. അതൊന്ന് പകർന്നു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൽ നിത്യേന ഒരു കാര്യം ഉണ്ടായിരിക്കും. അവർക്ക് ദൈവീകത ഉണ്ടായിരിക്കും. അവർ കൃത്യമായിട്ട് ഞാൻ പറയുക ഒരു ചെടിയെങ്കിലും നടണമെന്നാണ് പറയുക മലബാര സമ്പ്രദായക്കാർ. അതിന് എന്നൊരു വെള്ളം തെളിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകും. ഒപ്പം അഡീഷണലായിട്ട് പഠിക്കണമെങ്കിൽ കൂടുതൽ താല്പര്യം വരും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഗുരുക്കന്മാരുണ്ടായി വരും. അല്ലെങ്കിലും നമ്മുടെ വിദ്യാപീഠത്തിൻ്റെ അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ എൻ്റെ മിഷൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ പുറത്തേക്ക് പണം കൊടുക്കണ്ട. നമുക്കിപ്പോൾ തരുന്നതൊക്കെ നമ്മൾ അതുകൂടി വേണ്ടെന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ കൃത്യമായി അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെങ്കിലും കുടുംബത്തിലുണ്ടായിരിക്കണം. അപ്പം മറ്റുള്ള പുരോഹിതന്മാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പൗരോഹിത്യം എപ്പോഴും ചൂഷണം ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം, പേരിന് കുറച്ച് ജ്യോതിഷം. അത് വിശ്വാസികൾക്ക് മാത്രം കേട്ടോ, അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. പേരിന് കുറച്ച് ജ്യോതിഷം, അതിൻ്റെ പരിഹാരങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യാനുള്ളൊരു അറിവുണ്ടായിരിക്കുക. പിന്നെ കൂടാതെ ഇതിപ്പോൾ അടുത്തൊരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, മരിച്ചാൽ എന്ത് ചെയ്യണം.
ഇപ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓരോ മതത്തിലൊരു വിശ്വാസമുണ്ട്. ഹിന്ദു മതവിശ്വാസപ്രകാരം മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ അടക്കം ചെയ്യുന്നത് വരെ കുറച്ച് ചടങ്ങുകളുണ്ട് ചെറിയ രീതിയിലും. പക്ഷേ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഈ വരുന്ന കർമ്മികൾ ആരെങ്കിലും ആൾ വരും, അവർക്ക് അപ്പുറത്ത് ചിലപ്പോൾ വേറെ മരണം ഉണ്ടാവും, ഇയാൾ ഓടാൻ വേണ്ടി നിൽക്കുക. പിന്നെ സംസ്കൃതമാണ് കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയില്ല, പറയണവനും അറിയില്ല. അക്ഷരത്തെറ്റൊക്കെ പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞു കൊടുക്കണവൻ അതാണെന്ന് വെച്ചാൽ മറ്റവൻ അതിൻ്റെ അപ്പുറമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ആ കാരണം വീട്ടിലവർക്ക് അറിയില്ല. പണ്ട് അങ്ങനെയല്ല, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ആ വീട്ടിലൊരാൾക്ക് അറിയും, അല്ലെങ്കിൽ ഒരു കാരണവർ എന്നൊക്കെ പറയും, അവർക്കറിയും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിൻ്റെ മലയാളീകരിച്ച ഒരു ക്ലാസ്, എങ്ങനെ ഒരു ഹൈന്ദവ സമൂഹത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ, വിവിധ സമുദായങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വൈദികന്മാർക്ക് നമ്പൂതിരി ബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബാക്കി ഭൂരിപക്ഷം വരുന്ന ദലിത് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾക്കാണ്, അല്ലെങ്കിൽ ജനകാസ്റ്റ് നായർ കമ്മ്യൂണിറ്റി, ഇത്തരം ആളുകൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജ്യോതിഷം പോലെ തന്നെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം, അപ്പോൾ അയാളെ എടുത്ത് കടത്തേണ്ടത് എങ്ങനെയാണ്, കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഇതിനുശേഷം പിണ്ടം വെക്കണമെങ്കിൽ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ മലയാളത്തിൽ എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ദയിപ്പിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അടക്കം ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ക്ലാസ് കൊടുത്തുകൊണ്ട്, ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തുകൊണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കർമ്മം ചെയ്യാമെന്നുള്ളൊരു തരത്തിലാണോ ഇപ്പോൾ ആ കുടുംബത്തിൽ തന്നെ? തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും, അതാണോ പെണ്ണോ കുട്ടിയോ അതൊന്നും നമ്മൾ വിഷയമല്ല, ഒരാൾക്കെങ്കിലും അറിഞ്ഞിരിക്കണം. പൗരോഹിത്യം ഇല്ലാതാവണം. തന്ത്രം പോലും പൗരോഹിത്യമല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓരോരുത്തരും എന്തിനാ ആത്മീയത വെച്ചിരിക്കുന്നത്? ആത്മീയത എൻ്റെ ആത്മാവിനെ കുറിച്ച് നിങ്ങളെ പറഞ്ഞു വേണ്ടിയിട്ടല്ല, മേഘയ്ക്ക് മേഘയുടെ ആത്മാവിനെ അറിയാൻ വേണ്ട. മേഘയ്ക്ക് മേഘയുടെ ആത്മാവിനെ തൊടാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ജീവാത്മാവിനെ തൊട്ടാൽ പരമാത്മാവിനെ തൊടാൻ പറ്റും. ഇത് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് ഒരാൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. നമുക്കെന്ത് ദൈവം? നമ്മളാണ് ദൈവത്തിന്. വെള്ളം ദാഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദാഹിച്ചാലേ എന്താ വെള്ളത്തിൻ്റെ വാല്യൂ അറിയുള്ളൂ. ഇത് പറഞ്ഞ പോലെ ഈശ്വരനെ കുറിച്ച് പറയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈശ്വരനെ അനുഭവിക്കണം. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചൂഷണം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, നിങ്ങളിത് ചെയ്യുന്നില്ലേ? ചൂഷണമല്ല, പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇന്ന മെഡിസിൻ ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട് ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇതുപോലെ നമ്മൾ ഇന്നെ പോലെയാണ്. അഡിക്ഷൻ ഉണ്ട്. ജ്യോതിഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഡിക്ഷനാണ്. ഒരു തവണ നോക്കി, 2 തവണ നോക്കി, 3ാമത് തവണ നമ്മളുടെ ആശ്രമത്തിലേക്ക് വിളിച്ചാൽ നമ്മൾ പറഞ്ഞൊരു കാര്യം പോയി പണിയാക്കാൻ പറയും. ഇത് ഒരു അസുഖമായി മാറിയിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ജ്യോതിഷം നോക്കുന്നില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉടനെ വിളിക്കും. ഒരു വട്ടം വന്നു കാര്യം നടന്നു, 2ാമത് വട്ടം പിന്നെ എന്താ വെച്ചാൽ എന്തുണ്ടെങ്കിലും ഇതൊന്നും നോക്കി പറയൂ, ഇതൊന്നും നോക്കാം, ഫീസ് കെട്ടാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ പറയും ഏകദേശം എനിക്ക് അവിടെ എന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ എനിക്ക് ജ്യോതിഷം സംസാരം കൂടിയായിട്ട് ജ്യോതിഷ പ്രകാരം 2000 രൂപ ഓൺലൈനിലോ ഓഫ്ലൈനോ അടയ്ക്കണം. വെറുതെ സംസാരിക്കുകയാണെങ്കിൽ 1000 രൂപ ഫീസ് ഉണ്ട്. അപ്പോൾ അതില്ലാത്തവരോട് സംസാരിക്കാൻ പറഞ്ഞു കർത്തവാവുണ്ട്. അല്ലാത്തവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്തിനപ്പം നമ്മളതിന് നിൽക്കുന്നത്? വഴിയിൽ നിന്ന് കണ്ടാൽ ഞാൻ സംസാരിക്കുന്നു ഇഷ്ടം പോലെ. ഇപ്പം ഇതിലടക്കം നാടകത്തിന് പോയപ്പോൾ കണ്ടവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വാരിപ്പുണർന്നിട്ടുണ്ട്. അതിലൊന്നും ഫീസില്ല, അവരോടുള്ള സ്നേഹം. പക്ഷെ മറിച്ച് ഈ പൈസ വാങ്ങുമ്പോൾ 1-2 തവണയും തന്നിട്ട് 3ാമതൊക്കെ തരാമെന്ന് പറയുമ്പോൾ വേണ്ട. നിങ്ങളുടെ മക്കൾ കഞ്ഞി കുടിക്കേണ്ട കാശാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട പൈസയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പൈസയാണ്. ഇതിന് അഡിക്ഷൻ വേണ്ട. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ആത്യന്തികമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തെ വിളിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും അല്ലേ. നിങ്ങളത് ചെയ്യൂ. നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ, നിങ്ങളുടെ കുലദൈവങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. അത് അറിയില്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഒന്ന് പറഞ്ഞുതരാം. ഏതിൽ ഓൺലൈൻ ക്ലാസ് എടുത്താൽ പോലും അത് നിങ്ങൾ പഠിച്ചത് ചെയ്തോ. ഒരു വട്ടമല്ലേ ഫീസ് ചിലവാക്കണ്ടുള്ളൂ, അത് ചെയ്യൂ. അല്ലാണ്ട് ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു വിളക്ക് വെച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന വെച്ചിട്ട് ദൈവങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ, വീത് വയ്ക്കാന്നോ, ഇത് ചെയ്തോളൂ. അല്ല കണ്ടിന്യൂസ് അത് പോകുന്നത് മെൻ്റൽ പ്രോബ്ലം വരുതേ, അഡിക്ഷനാണതേ. ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന പോലെ തന്നെ വലിയൊരു അഡിക്ഷനാണ് ഈ ജ്യോതിഷത്തിനുള്ള അഡിക്ഷൻ. അത് വേണ്ട. അപ്പോൾ അത് നമ്മൾ എന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ എന്നിട്ട് പോവും, എന്നാൽ പോലും അമിതമായി വേണ്ട. അത് ഇല്ലാണ്ടാവണമെങ്കിൽ വീട്ടിലൊരാളുണ്ടായാൽ മതി. ഇപ്പോൾ കുന്തിദേവിയുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഇപ്പോൾ ശിഷ്യന്മാരുണ്ടല്ലോ, ശിഷ്യന്മാർക്കാണെങ്കിലും സ്വന്തം വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ എന്നും ഇതെടുത്ത് വെച്ച് നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാവില്ലേ? അത് നമ്മൾ അപ്പം തന്നെ പറയടാ, ഇതിങ്ങനെ ഇതുമ്പോൾ പിടിക്കല്ലേ, എനിക്ക് പറഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. ഉണ്ട്, മെഗ പറഞ്ഞ വളരെ കറക്റ്റാണ്. ചില ശിഷ്യരൊന്നും ചോദിക്കാറുണ്ട്, ഇന്നൊരു പ്രശ്നം വന്ന് എന്നെ നോക്കി ഇന്നത് കാണാനുണ്ട്. അപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറയും, എടാ ഇതിന്മേ കൂടി അല്ലടാ വേണ്ടത്, ഇതിൻ്റെ അപ്പുറം കടക്കണം. നമ്മളെന്താ വെച്ചാൽ ഒരു ശാസ്ത്രത്തെ ശാസ്ത്രം മീൻസ് ശാസിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് മോഡേൺ സയൻസിൻ്റെ കാഴ്ചപ്പാടിലല്ല. അപ്പോൾ ആ രീതിയിൽ പൂർവികർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ആദ്യ പടിയാണ്. ഇനി കടന്നു പോയിക്കൊണ്ടേയിരിക്കണം. നീ ഇപ്പം എന്നോട് സംസാരിക്കും, ഇപ്പോൾ അവൻ എന്നോട് സംസാരിക്കുന്ന കാലത്ത് 10 മണിയാണെങ്കിൽ പറയും, ഇപ്പോൾ കാലത്ത് 10 മണിയാണ്, കുറച്ച് കഴിഞ്ഞത് കാലത്ത് 10 മണിയാണോ? അല്ല, ഇരുട്ടായിട്ടുണ്ടാവില്ലേ, നേരം വെളുക്കില്ലേ. എടാ അങ്ങോട്ട് പോകണം, നമ്മൾ ഇവിടെ നിൽക്കരുത്, ഇതിനെ പിടിച്ചിരിക്കുകയല്ല. സർവധർമ്മപരിത്യജ്യ മാമേകം ശരണം വ്രജ ഹം ത്വാ പാപയിഷേ മോക്ഷീക്ഷേ മാശുജ എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു. എല്ലായിടത്തും വലിച്ചെറിഞ്ഞ അർജുന നീ എന്നെ ശരണം പ്രാപിക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് ഖുറാനാവട്ടെ ബൈബിളാവട്ടെ ആത്യന്തികമായിട്ട് പറഞ്ഞത് നിങ്ങൾ എന്നെ മീൻസ് കൃഷ്ണനെ അല്ല, യേശുവിനെ അല്ല, മുഹമ്മദിനെ അല്ല,
ഈ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന ദൈവം എന്ന് പറയുന്ന പരമാത്മാവിൽ ജീവാത്മാവാകുന്ന നീ പരമാത്മാവാകുന്ന എന്നെ ശരണം പ്രാപിക്കുക, അവിടെ രക്ഷിക്കാനാണ്. അവിടെ ആ തലത്തിലേക്ക് ഉയരണം. അതില്ലെങ്കിൽ ഉണ്ടായിരിക്കും. അത് നമുക്കാർക്കും ചെയ്യാൻ പറ്റില്ല. മെഡിസിൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന, അപ്പോൾ ഷുഗർ വന്നു മെഡിസിൻ മാത്രം ആശ്രയിക്കുന്നവരില്ലേ? കുറച്ച് വ്യായാമം കൂടി ചെയ്തുകൂടെ? ഇല്ലേ? അത് പറഞ്ഞ പോലെ തന്നെ വേണ്ട, ഞാൻ പഞ്ചാര കഴിക്കും മെഡിസിൻ കഴിക്കും, പഞ്ചാര കഴിക്കും മെഡിസിൻ കഴിക്കും. ഇങ്ങനെ പഞ്ചസാര മാത്രമല്ല അത്ര ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ വിഷയം. അതുകൊണ്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി ഗുരുസിസ്റ്റത്തിൽ പോകുമ്പോൾ സാവധാനം മാറി വരുന്ന ഈ കോഴിയെ വെട്ടുന്നത്, ഇപ്പോൾ കള്ള് നേർച്ചയായി വെക്കുന്നത്, ഇതെല്ലാം എന്തിനു ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം നേരത്തെ ചോദിച്ചല്ലോ. എന്നാലും മലബാര സമ്പ്രദായത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവിടെയും കാണാറുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. മലബാര സമ്പ്രദായത്തിൽ 99% മൂർത്തികൾക്കും ദേവതാ സങ്കല്പങ്ങൾക്കും കോഴി ബലിയൊക്കെ ഉള്ളതാണ്, കോഴി കള്ളമൊക്കെ ഉള്ളത് തന്നെയാണ്. വളരെ ദുർലഭം, ചില സ്ഥലത്ത് മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ പൂജ മുഴുമിപ്പിക്കാതെ നിർത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെയും തന്നെ എന്താ വെച്ചാൽ രണ്ടാമത്തെ നിവേദ്യം, 3 പൂജയാണ് അതിലുള്ളത്. രണ്ടാമത്തെ നിവേദ്യത്തോട് കൂടിയിട്ട് പൂജ അവസാനിപ്പിക്കും. അപ്പോഴും വെള്ളം കോഴിയൊന്നുമില്ല. ചിലപ്പോൾ കള്ള് വയ്ക്കും, കോഴി ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്തപ്പോൾ കോഴി ഇല്ലെങ്കിൽ ആട് ഏറി വന്ന്, ചിലയിടത്തൊക്കെ ചിലരൊക്കെ കാളയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അധികമൊന്നുമില്ല. പിന്നെ മലബാര സമ്പ്രദായത്തിൻ്റെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ പണ്ട് ആനയെ വരെ ബലി കൊടുത്തിരുന്നത് പറഞ്ഞ സമ്പ്രദായമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട്. ഇപ്പോഴല്ല, ഇപ്പോഴൊന്നും കരുതില്ലേ, പണ്ട കാലത്ത് ആദ്യകാലത്തൊക്കെ ആനയെപ്പോലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആനയെപ്പോലും എന്ന് പറയുന്നത് എന്താണ്, അത്രയും വലിയ ബലികളൊക്കെ നടന്നിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ വെച്ചാൽ, നമ്മൾ മദ്യം വെക്കുന്നു എന്തിനെ, അല്ലെങ്കിൽ മദ്യം വെച്ചത് കുടിച്ചു തന്നെ കുടിക്കോളൂ. എന്തിനാ കുടിക്കണേ? കള്ള് കുടിക്കലാണോ ഒരു ദൈവിക പൂജാ പദ്ധതി? അല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ എന്തിനാ കള്ള് വയ്ക്കുന്നത്? മദ്യം ഒരു പ്രതീകമാണ്. എപ്പോഴും ആചരണങ്ങളെല്ലാം തന്നെ സിംബോളിക്കാണ്. ദൈവത്തിനെ അറിയാനുള്ള ഒരു ഉപാധിയാണ് ദൈവിക പദ്ധതികളെ നിലനിർത്തുകയാണ്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ആനന്ദം ബ്രഹ്മണോ അഭു, ആനന്ദമാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം. ശിവാനന്ദം എന്നൊക്കെ പറഞ്ഞു, ചിദാനന്ദം എന്നൊക്കെ പറഞ്ഞ പോലെ ആനന്ദമാണ് ഈശ്വര സ്വരൂപം, ആനന്ദം, സന്തോഷം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സന്തോഷത്തെ തേടുന്നത്, സങ്കടത്തെ തേടുന്നില്ല. നമ്മളാരും സങ്കടമായിട്ട് ആർക്കും ഇഷ്ടമില്ലല്ലോ. അപ്പം ആനന്ദത്തെ, സുഖം എന്ന് പറയുന്നതിൻ്റെ അപ്പുറമാണ് ആനന്ദത്തെ തേടുന്നത്. അപ്പം അത് ഇരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപം എന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണഗതിയിൽ അത് മദ്യം ഒരു ആനന്ദ വസ്തുവാണ്. മദ്യം എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ. അപ്പോൾ അതിലെന്താ വെച്ചാൽ വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ് ഈ ചെത്തുകടൽ പോലുള്ള കാര്യങ്ങളൊക്കെ. ഇന്നത്തെ മോഡേൺ ബിസ്ലേരിയിൽ നിന്ന് വരുന്ന ബ്രാൻഡിയും ഒന്നുമല്ല നമ്മൾ പറയുന്നത്, കുത്തിക്കളിക്കുക വെള്ളമൊന്നുമല്ല. മറ്റുള്ള ഈ ചെത്തുകളിലൊക്കെ പോകണം, കുറച്ചൊക്കെ ഔഷധ ഗുണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നീരാ പോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഒരു വസ്തു നമ്മൾ കഴിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒരു അനുഭവത്തിൽ വെച്ചാൽ ആനന്ദം എന്തേ. പിന്നെ ഈ സാധനാ പദ്ധതിയിൽ നമുക്ക് ഒന്നും കൂടി ഒരു ഷാർപ്നെസ്, മൈൻഡ് ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, സ്വാമിയൊക്കെ വലിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഇതിൻ്റെ ഭാഗമായിട്ടല്ല, ആത്മീയതയ്ക്ക് ഇതൊന്നും വേണ്ട. പക്ഷെ നമുക്ക് ഏതൊരു മനുഷ്യന് ഈഗോ ഉണ്ടായിരിക്കും, പിന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അതിലൊന്ന് കൂളാക്കാൻ വേണ്ടി ആ കൂൾനെസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ തന്നെ കൂളായ ആളുകൾക്ക് ഇതൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ മദ്യം വയ്ക്കുന്നു. അപ്പോൾ അത് ആനന്ദ സ്വരൂപത്തിൻ്റെ പ്രതീകം. ഇത് കൂടുതൽ വേണ്ട, കുടിച്ചതാവും വേണ്ട, അതല്ല എൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത കോഴി ആടൊക്കെ ബലി അർപ്പിക്കുന്ന സമയത്ത് തന്നെ വീരാരാധനയുടെ ഭാഗമാണ് തന്ത്രശാസ്ത്രം. ഏതും ആയിക്കോട്ടെ, അതിപ്പോൾ ഈ തന്ത്രത്തിൻ്റെ വീരപാരമ്പര്യമുള്ള ശാക്തേയ മാർഗത്തിൽ ഏത് പാരമ്പര്യം, മലബാരാവട്ടെ മറ്റെന്തുമാകട്ടെ, അതിലൊക്കെ എന്താ വെച്ചാൽ സാധാരണ ഭക്തിയിൽ നിന്നും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന, സാധാരണ ഭക്തി പറഞ്ഞാൽ തന്ത്രശാസ്ത്രം മനുഷ്യരെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അധമ പശു, മധ്യമ പശു, ഉത്തമ പശു. പശു പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രൈസ്തവത്തിലൊക്കെ കുഞ്ഞാടുകളെ എന്നൊക്കെ പറയില്ലേ, ഇത് പറഞ്ഞാൽ പശു. പാശമുള്ളവർ, കെട്ടുപാടുകളുള്ളവർ. ആ കെട്ടുപാടുള്ളവർ സാധാരണ മനുഷ്യരൊക്കെ ഫുള്ള് കെട്ടുപാടാണ്. മക്കൾ, കുട്ടികൾ, നാട്, വീട്, അങ്ങനെ അയ്യോ പാവതൊക്കെ ഇരുന്ന ആൾക്കാർ. അതാണ് അധമ പശു. അധമ പശു എന്ത് ചെയ്യും? പിന്നീട് ക്ഷേത്രം, പള്ളി, ചർച്ച് ഇങ്ങനെയൊക്കെ പോയിട്ട് ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കും, ചെറിയൊരു ഭക്തിയൊക്കെ ആവും. ഇതാണ് മധ്യമ പശു. ഉത്തമ പശു കുറച്ചും കൂടി സാധനയിലേക്ക് പ്രവേശിക്കും, കൃത്യമായിട്ട് അതാത് ദർശനങ്ങളുടെ, ഏത് മതമായാലും കുഴപ്പമില്ല, അതാത് ദർശനങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കും. പിന്നെ ഉത്തമ പശുവായി. ഉത്തമ പശുവായി കഴിഞ്ഞാൽ പിന്നീട് എന്തായി? നമ്മൾ ഹയർ സ്റ്റഡി ആരംഭിക്കുക, ഈശ്വരനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ചിലർ ഈ ചർച്ചിലും അല്ലെങ്കിൽ സാധനയിലും പെറുതെ അവിടെ തന്നെ വിട്ടിടക്കും. ഇനി ഇത് മതി തന്നെ, അല്ലെങ്കിൽ സാത്വികതയാണ് ശരി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, സാത്വികതയിലാണ് വിട്ടിടക്കും. താമസികത ഉള്ള ആൾക്കാർ താമസികതയിൽ പെട്ടുകിടക്കും, അല്ലെങ്കിൽ രാജസികതയിൽ പെട്ടുകിടക്കും. ഇവിടെയാണ് ഈ പറയുന്ന ശരിക്കും ഫസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ സാത്വികം തോന്നിയാൽ പോലും താമസിക, അറിവില്ലാത്ത വിഷയമാണ് ആൾക്കാർ പറയുക. അത് പറ്റാണോ, ഇത് തെറ്റാണോ, ചെയ്യാൻ പാടില്ല ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അങ്ങനെ പറയുന്നതൊക്കെ വെച്ചാൽ താമസികതയാണ്. ജ്ഞാനത്തിന്ന് ചിന്തയുണ്ടാവണം. ജ്ഞാനത്തിന് എന്ത് വേണം? പ്രാക്ടിക്കലി ജ്ഞാനം വേണം. പ്രാക്ടിക്കലി അനുഭവം ഇല്ലാത്തതൊക്കെ കേട്ടറിവാണ്. പ്രാക്ടിക്കലി അനുഭവമുണ്ടോ? പ്രാക്ടിക്കലി അനുഭവം, മോൾക്ക് തീ പൊള്ളിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം, ഓ ആലോചിക്കാം. ഇപ്പം ആസിഡ് പൊള്ളിയ കാര്യം എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, അയ്യോ അല്ലേ, നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ബോധ്യം, എൻ്റെ അനുഭവമാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ആളുകൾ ഈ സാത്വികത പറയണമെങ്കിൽ എന്ത് വേണം?
സാത്വിക അനുഭവം, പ്രാക്ടിക്കലി അനുഭവമാണ്. അത് പ്രാക്ടിക്കൽ അനുഭവത്തിലല്ല പലരും പറയുന്നത്. അപ്പോൾ സാധാരണ താമസിക ഭാവത്തിലുള്ള സാധനയോ ഭക്തിയോ കാഴ്ചയ്ക്ക് സാത്വികം. അവരെന്ത് ചെയ്യണം? മിഡിലേക്ക് കിടക്കണം. വീരാരാധനയിൽ ബോധ്യം വരണം. എന്താണ് മരണം, എന്താണ് അല്ലെങ്കിൽ മൃത്യു, എന്താണ് ഹനിക്കൽ, ഹിംസ എന്താണ്, അഹിംസ എന്താണെന്നൊക്കെ ബോധ്യമാണ്. അതിൻ്റെ ഘട്ടത്തിലാണ് ഈ മൃഗബലി പക്ഷിബലിയൊക്കെ വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം കൊല്ലുന്നു എന്നൊരു അയ്യോ ഞാൻ എങ്ങനെ കൊല്ലല്ലേ അല്ലേ, മൈൻഡ്ലി നമുക്ക് കൊല്ലല്ലേ. ഒരു കൊതുകിനെ അടിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല. ഒരു ഉറുമ്പ് വഴിയിൽ നടക്കുമ്പോൾ ചവിട്ടുന്നത് തോന്നുന്നില്ല. ഈ പഴുതാര വന്നാൽ ചിലപ്പോൾ അതിന് തല്ലി കൊല്ലും വീട്ടിനുള്ളിൽ ഇല്ലേ, അപ്പോൾ ഒന്നും തോന്നില്ല. പക്ഷെ നമ്മളൊരു കോഴിയോ ആടൊക്കെ പറയുമ്പോൾ എന്തോ ഇല്ലേ ഇതിങ്ങനെ തോന്നുന്നുണ്ട്. ആ തോന്നൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൊല്ലുന്നു എന്നൊരു ധാരണയാണ്. എവിടെയാണ് ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ നോക്കുന്ന നേരത്തെ അർജുനനുള്ള ചിന്താഗതി ഇതാണ്. കൃഷ്ണ ഞാൻ കൊല്ലല്ലേ എന്നാണ് ചോദിക്കണത്. അപ്പോൾ താൻ കൊന്നില്ലെങ്കിലും ഞാൻ കൊല്ലിടോ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അവിടെ ആ ബോധ്യം ഉണ്ടാകാനുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പെരിമെൻ്റ് മാത്രമാണ് ഈ ബലിയാചാരം. ഈശ്വരപ്രീതിക്കല്ല. നമ്മുടെ തലം വർദ്ധിക്കുന്നു, ഒപ്പം നമുക്കൊരു ഭക്ഷണ വസ്തു കൂടിയാണ്. ഒരു ദൈവത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, ദൈവത്തിന് കൊടുക്കാൻ അവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെയാണ് എന്താ വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ സമ്പ്രദായം വെച്ച് ആദ്യകാലത്തെ മനുഷ്യൻ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു പവർ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് അവൻ അതിനെ സമർപ്പിക്കുന്നു. പിന്നീട് ഇത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ ഗുരുക്കന്മാരുടെ കടന്നു വരുമ്പോൾ ആ വെർഷിപ്പ് മാറിയിട്ട് എന്ത് ചെയ്യണേ, ഇത് ജീവിത ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ നേരിട്ട് മനുഷ്യൻ സയൻസും ശാസ്ത്രവും പറഞ്ഞിട്ടൊന്നും വലിയ പുരോഗമനം പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടായതൊന്നല്ല മതങ്ങൾ എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ ദൈവത്തിന് കൊടുക്കുന്നതിനപ്പുറം ഇവന് ഈ ചിന്ത മാറുക. ഫുഡിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇത് എൻ്റെ ഉന്നതിക്ക് വേണ്ട, ഇത്രയേ ഉള്ളൂ, ഞാനാണെങ്കിലും എന്തായാലും ഇത്രയേ ഉള്ളൂ, മരിക്കപ്പെടേണ്ടാണ്, കൊല്ലപ്പെടേണ്ട, ഞാനായാലും ചാവും, ഇത്രയേ ഉള്ളൂ എന്നൊരു ബോധ്യമാണ്. അപ്പോൾ എന്താണ്, ഇവൻ അതിനെ വിജയിച്ചു. ഇവൻ പിന്നെ പാപചിന്തയില്ല, അയ്യോ പാപ ചിന്തയില്ല. ആ അയ്യോ പാപ ചിന്തയിൽ നിന്ന് ഇവൻ വിട്ടുപോയിരിക്കുന്നു. ആ വിട്ടുപോയ ആൾക്ക് എന്താണ്, അതിൽ നിന്നൊരു കരുണയുണ്ടാകും. കാരണം ഒരു സാധനത്തിനും കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊന്നില്ലെങ്കിൽ അത് ചാവും, ഓക്കെ, വേണമെങ്കിൽ കൊല്ലുകയും. ഒരാൾക്ക് ഭക്ഷണം വേണം, വേറെ ഒന്നുമില്ല, എന്നാൽ ശരി, മനുഷ്യനെ തിന്നുന്ന സമ്പ്രദായമൊന്നുമില്ല. അപ്പോൾ എന്താണ്, സാധാരണ ഫുഡ് ഐറ്റംസ് ഏത് രാജ്യത്തെ നിയമം അനുസരിച്ച് എന്തുണ്ടോ അതിനോ പാകം ചെയ്ത് കൊടുക്കും. പണ്ട് ഋഷീശ്വരന്മാർ കഴിച്ചായിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് ചെയ്തു കൊടുക്കണം. ഒരു പാപില്ല. കുട്ടി വിശന്ന് കരയുന്ന സമയത്ത് എന്തെങ്കിലും പിടിച്ചെടുത്ത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അത് ഒരു പാപം മറ്റതങ്ങനല്ല, ഞാൻ എങ്ങനെ ചെയ്യും ഇല്ലേ. അപ്പോൾ അത് ജീവനെ നിർത്താൻ ജീവസ്യന്നമിതം സർവം മനു പോലും പറയുകയാണ്. ജീവസ്യന്നമിതം സർവം സ്ഥാവരം ജംഗമം ജൈവ സർവം പ്രാണസ്യ ഭോജനം. അപ്പം ഈ ജീവൻ്റെ അന്നമാണ് ഈ കാണായതൊക്കെ. അതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് സാഹചര്യം അനുസരിച്ച്. ഇപ്പോൾ വെജിറ്റേറിയനിസം പറയുകയാണെങ്കിൽ നമുക്ക് സുഖമായി ഇവിടേക്ക് അത് പറയാം. പക്ഷെ ലോകത്തിൻ്റെ എല്ലാ കോണിലും വെജിറ്റേറിയൻ സ്യൂട്ടബിൾ ആവില്ല. മാംസം തന്നെ ഉണക്കി വെച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ അറിയുന്നവരാരും തന്നെ വെജിറ്റേറിയനിസം മാത്രം പറയില്ല. പ്രപഞ്ചത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പരബ്രഹ്മം, അള്ളാഹ്, യഹോവ എന്ത് പേരിട്ടുള്ള അതിനെ അറിഞ്ഞവരും പറയില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അതിന് ഒരു യൂണിവേഴ്സൽ പവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും ചാവണ ചിന്തയില്ല. ഇവിടെയാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ശാസ്ത്രീയ ബോധമുണ്ടായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന കരുണയാണ് സാത്വികതയിലേക്ക് നയിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കൊല്ലരുത് ചാവരുത് എന്നുള്ളതല്ല. അത് ബോധ്യം വരണം. കാരണം എന്ന് വെച്ചാൽ ശ്രവണം ആണ് നിധിധ്യാസം. ഈ നിധിധ്യാസത്തിൽ പ്രാക്ടിക്കലി വശാവാണത്. അവിടെ അതിന് ശേഷമാണ് ധ്യാനാദി കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ലയിക്കുന്നത്. ഇന്ന് വെറുതെ നമ്മളോട് പറയുകയാണ് എന്നിട്ട് അയ്യോ പാവം ഞാൻ ചെയ്യൂല. ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. അതാണല്ലോ നമ്മുടെ അവതാര പുരുഷന്മാരൊക്കെ അങ്ങനെയാണല്ലോ. രാമൻ എന്താ പറയുക, രാവണനെ കണ്ട സമയത്ത് അയ്യോ എന്ന് കണ്ടില്ലല്ലോ. അവസാനം വരെ പറയുന്നുണ്ട് രാവണ വേണ്ട, മുണ്ടക്ക ശേഖര മാറിയിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കും. ഇതില്ല, മണ്ടോതിരിയും പാണ്ഡങ്ങൾ വെറുതെ അപ്പോൾ രാവണനാ പോണത് എന്നെ കൊല്ലാൻ വേണ്ടി ഉണ്ടായവനാണ് രാമനെങ്കിൽ എന്നെ കൊന്നിരിക്കും, പിന്നെ ഞാനെന്തിന് പുറകോട്ട് പോകണം. പിന്നെ സ്വാഭാവികമായിട്ട് രാമൻ എന്താ പറയുക, ശരി എൻ്റെ കൈ കൊണ്ട് ചാവാൻ വേണ്ടി പിറന്നവനാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാം. കംസനോട് കൃഷ്ണനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെയാണ് ഈ ബോധ്യതകൾ ഉണ്ടായിരിക്കണം. മറ്റതങ്ങനെയല്ല. ദൈവത്തിന് ഇത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ കൊല്ലുന്നു എന്ന് സാധാരണ ഭക്തന്റെ കൺസെപ്റ്റാണ്. അതുകൊണ്ട് ദൈവം പ്രീതിപ്പെടും. ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവന് പകരം ഒരു തോട്ടും കൂടി ഇതിലുണ്ട്. എൻ്റെ ജീവന് പകരം ഞാൻ മറ്റൊരു ജീവനെ തരാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിലുള്ള ആളുകളുടെ ജീവനെ ഹനിക്കരുത്, രോഗം ഉണ്ടാവരുത്, ബാധ ഉണ്ടാവരുത്, ഭൂതം ഉണ്ടാവരുത്, ഇതിനൊക്കെ വേണ്ടി ഞാനൊരു ജീവനെ തരാം. ജീവൻ കോഴിക്കായാലും നമുക്കായാലും ജീവൻ തന്നെ, ഒരു ജീവനെ തരാം. ഇതൊരു പാപമാണെങ്കിൽ കൂടി, അതാണ് ശാക്തേയത്തിൻ്റെ മാർഗ്ഗം. ഇതൊരു പാപമാണെങ്കിൽ കൂടി ആ പാപം ഞാൻ ചെയ്യും. കാരണം അത് നിന്റെ നിവേദ്യമാണ്, നിന്റെ ദ്രവ്യമാണെങ്കിൽ ഹേ പരമേശ്വരി ആ പാപം ഞാൻ തയ്യാറാണ്. ഇവിടെ ഭഗവത്ഗീതാകാരൻ പറയുന്നുണ്ട്, സ്വധർമ്മം പാപമുള്ളതാണെങ്കിൽ പോലും അത് അനുഷ്ഠിക്കുന്നത് എന്താണ്, ശ്രേയസ്കരമാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ പാപം കരുതണ്ടാവില്ല, അത് അവൻ്റെ ധർമ്മമാണ്, മറ്റവൻ്റെ ധർമ്മമായിരിക്കില്ല. ഇറച്ചിവെട്ടുകാരൻ്റെ ധർമ്മം ഇറച്ചിവെട്ടലാണ്. അത് മുരിങ്ങ വെട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ ചീര വെട്ടുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം അവിടെ അതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പറയും, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്.